ഹലോ മക്കളെ, സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫാസിൽ. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മക്കളെ, നമ്മുടെ സെക്കൻഡ് ടേം എക്സാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്, ചാപ്റ്റർ 7. അപ്പോൾ മക്കളെ, നമുക്ക് ഈ ചാപ്റ്റർ നമുക്കറിയാം കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള നല്ലൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കിതിലെ നല്ല ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവരും ക്വസ്റ്റ്യൻ കാണാം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ? അതായത് ആധാര ബിന്ദുവിലെ സൂചക സംഖ്യ എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് ചോദ്യം നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ? ആധാര ബിന്ദുവിലെ സൂചകസംഖ്യ. നമുക്കറിയാം, ആധാര ബിന്ദുവിലെ സൂചകസംഖ്യ എന്ന് പറഞ്ഞാൽ ഒറിജിനിലെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. എക്സ് ആക്സും വൈ ആക്സും ഇന്റർസെക്ട് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ അഥവാ ആധാര ബിന്ദു എന്ന് വിളിക്കുക. എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു, ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ സൂചക സംഖ്യ 0,0 ആണ്. ആധാര ബിന്ദുവിലെ സൂചക സംഖ്യ 0,0 ആണ്, അഥവാ 0,0 ആണ്. നമുക്ക് നോക്കാം, ഇതിന്റെ ആൻസർ ഇതിൽ കാണാം. അപ്പോൾ ആദ്യത്തെ 1,0 ആണ്, അത് നമ്മുടെ ഉത്തരമല്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 0,0 ഇതാണ് റൈറ്റ് ആൻസർ. അപ്പൊ 0,0 നമ്മൾ ടിക്ക് ചെയ്യാം, നമുക്ക് 1 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കണം. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ, വിച്ച് among the following is a point on the x-axis? അതായത് എക്സ് അക്ഷത്തിലെ ബിന്ദു ഏതാണെന്നാണ്. എക്സ് അക്ഷത്തിലെ ബിന്ദു, എക്സ് ആക്സിലെ പോയിന്റ് ഏതാണെന്നാണ്, കോർഡിനേറ്റ്സ് ഏതാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് നടക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് അക്ഷവും വൈ അക്ഷവും നമുക്കറിയാം. എക്സ് അക്ഷത്തിൽ നമ്മളിപ്പോൾ ഏത് കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിലും, ഏത് ബിന്ദു എടുക്കുകയാണെങ്കിൽ, ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ വൈ ഇല്ല, വൈ 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എക്സിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്, എക്സ് ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, എക്സ് ആക്സിസിലാണ് കേട്ടോ, എക്സ് അക്ഷത്തിലാണ്, ഇതിമലാണ്, പുറത്തോട്ടല്ല. ഇതിമൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വൈ കോർഡിനേറ്റ് ഈസ് 0 ആണ്, അല്ലെ? വൈ സൂചക സംഖ്യ എന്താ മക്കളെ? 0 ആണ്. അപ്പൊ വൈ 0 വരികയാണെങ്കിൽ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, എക്സ് അക്ഷത്തിലെ ബിന്ദു ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നോക്കാം, നമുക്ക് ഇതിൽ വൈ 0 വരുന്ന കോർഡിനേറ്റ്സ് ഏതാ നോക്കാം. അപ്പൊ നോക്കുകയാണെങ്കിൽ 2,0. ഇതിൽ വൈ 0 ആണ്. ഇത് പറ്റുമോ? ഇല്ല. ഇതിൽ എക്സ് ആണ് 0. ഇത് പറ്റില്ല, ഇത് പറ്റില്ല. നമ്മളെ ആൻസർ 2,0 ആണ്. 2,0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് അഥവാ എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടെ മക്കളെ. അടുത്ത ചോദ്യം ഇതേപോലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്, നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് among the following is a point on the y axis? വൈ അക്ഷത്തിലെ സൂചക സംഖ്യ ഏതാണെന്നാണ് മക്കളെ. എക്സ് അക്ഷത്തിൽ വൈ 0 ആണ്. വൈ അക്ഷത്തിൽ ആര് 0 ആയിരിക്കൂടാ? എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും, അഥവാ എക്സ് കോർഡിനേറ്റ് ഈസ് 0. അപ്പൊ നമുക്കിത് പഠിക്കാനൊരു എളുപ്പം. എക്സിൽ ആരില്ല? വൈ ഇല്ല. വൈയിൽ ആരില്ല? എക്സും ഇല്ല. അപ്പൊ മക്കളെ, വൈ അക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. വൈ അക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സ് ഇല്ല മക്കളെ, എക്സ് ഇല്ല, അവിടെ വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് 0. വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് ഷുഡ് ബി 0. വൈ അക്ഷത്തിൽ എക്സ് സൂചക സംഖ്യ 0 ആണ്. എക്സിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 0 ആണ്. അപ്പൊ എക്സ് 0 വരുന്നത് നോക്കാം. ഇതിൽ എക്സ് 0 അല്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എക്സ് 0 ആണ്. 0,-3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിട്ടാ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചോളി മക്കളെ, ശ്രദ്ധിച്ചോളി. ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരമുണ്ട്. ഈ ചോദ്യത്തിൽ ഞാൻ വിട്ടുപോയ സംഭവം ഉണ്ട്. ഈ വശങ്ങൾ
അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആണ്. സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇതിന്റെ കോർഡിനേറ്റ്സുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, വെർട്ടെക്സിലെ കോർഡിനേറ്റ്സുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൂലകളിലെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അപ്പൊ ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് ഡി. ബിയിലെയും ഡിയിലെയും സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ബിയിലെ സൂചക സംഖ്യ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, അക്ഷങ്ങൾക്ക് സമാന്തരമാണെങ്കിൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചൊരു റിസൾട്ട് ഉണ്ട് മക്കളെ. ആ റിസൾട്ട് ഒന്ന് നോക്കാം, ശ്രദ്ധിച്ചോളി. നമ്മൾ പഠിച്ച റിസൾട്ട്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളിട്ടാ, ഞാനിതാ ഇവിടെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. നോക്കിട്ടോ മക്കളെ, എക്സ് ആക്സിന് സമാന്തരമായിട്ടൊരു വര പോവാണ്, എക്സ് ആക്സിന് പാരലൽ ആയിട്ടൊരു വര പോവാണ്. എക്സ് ആക്സിന് സമാന്തരമായി പോകുന്ന വര എവിടെയാണ് കൂട്ടിമുട്ടുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങള് വൈയിലല്ലേ. അപ്പൊ നമുക്ക് എക്സിന് സമാന്തരമായിട്ടൊരു വര പോവാണ്, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഇങ്ങനെയാണ് പോവുക. ഇങ്ങനെ പോണ വരയില് പാരലൽ ആണെങ്കിൽ, സമാന്തരമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി അവിടെ വൈ കോർഡിനേറ്റ്സ്, വൈനെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യ തുല്യമായിരിക്കും. വൈ കോർഡിനേറ്റ്സ് ആർ എന്താണ് മക്കളെ, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വര, അതായത് എക്സിന് സമാന്തരമാണെങ്കിൽ, എക്സിന് സമാന്തരം അഥവാ എക്സിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ്സ് ആർ എന്താണ്, വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ ആണ്. വൈ കോർഡിനേറ്റ്സ് പിന്നെ തുല്യമാണ്. വൈനെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യ എന്താണ് മക്കളെ, തുല്യമാണ്. ഇനി എക്സിന് സമാന്തരമാണെങ്കിലോ നമുക്ക് നോക്കാം. എക്സിന് സമാന്തരമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു, എക്സിന് സമാന്തരം വൈക്ക് സമാന്തരമായിട്ട്, അതായത് വൈക്ക് പാരലായിട്ട് നമ്മൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്നത് എക്സിലല്ല മക്കളെ. അപ്പൊ അവിടെ എക്സ് സൂചക സംഖ്യകളായിരിക്കും തുല്യം ഉണ്ടാവുക. എക്സ് കോർഡിനേറ്റ്സ് ആർ എന്താണ്, ഈക്വൽ. അപ്പൊ മക്കളെ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളെ മൈൻഡിൽ ഇവിടെ ഒരു വൈ ആക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ആക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന വര പാരലാണെങ്കിൽ, സമാന്തരമാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വര വൈമലാണ് കൂട്ടിമുട്ടുക. അപ്പൊ അവിടെ വൈ സൂചക സംഖ്യ തുല്യമാണ്. ഇങ്ങനെ പോകുന്ന വര സമാന്തരമായ വരയാണ് കേട്ടോ, പാരലൽ ലൈനാണ്, അത് എക്സിലാണ് കൂട്ടിമുട്ടുക. അപ്പോ എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും, എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോളി, ഇതിൽ ആരാണ് ഈക്വൽ ഉണ്ടാവുക നോക്കുകയാണ്. ഇങ്ങനെ പോകുന്ന വരയിൽ ആരാണ് ഈക്വൽ ഉണ്ടാവുക, എക്സ്. ഇങ്ങനെ ആരുണ്ടാവുക, വൈ. അപ്പൊ നിന്റെ കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഇതിൽ എക്സ് ഈക്വൽ ആണ്, ഇതിൽ വൈ ഈക്വൽ ആണ്. കാരണം ഇത് വൈയിലാണ് കൂട്ടിമുട്ടുക, വൈ ഈക്വൽ. ഇത് എക്സ് മേലാണ് കൂട്ടിമുട്ടുക, അപ്പൊ എക്സ് ആണ് ഈക്വൽ. അപ്പൊ വൈ ഈക്വൽ എക്സ് ഈക്വൽ, എക്സ് ഈക്വൽ വൈ ഈക്വൽ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ വളരെ സിമ്പിളായി കണ്ടുപിടിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാവുന്നത്. അപ്പൊ നോക്കാം നമുക്ക് ഈ കോൺസെപ്റ്റ് വെച്ച് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പൊ ബിയിലെ കോർഡിനേറ്റ്സ്, ബിയിലെ സൂചക സംഖ്യ നോക്കുകയാണ് കേട്ടോ മക്കളെ, ബിയിലെ സൂചക സംഖ്യ. അപ്പൊ ഇതിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ആണ്. ആദ്യം എക്സ് എടുക്കാം. ഇയാളെ മോനെ ഇതിൽ എക്സ് ഈക്വൽ ആണ്, ഇതിൽ എക്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് എന്തേടാ എക്സ് എടുക്കാം, എക്സ് ഈക്വൽ ആണ്. അപ്പോ ഇതിൽ എക്സ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ എക്സ് നമുക്കറിയാം എത്ര മക്കളെ, 8 ആണ്. ഈ വരയിൽ എല്ലായിടത്തും എക്സ് 8 ആണ്. ഇവിടെയും എക്സ് സൂചക സംഖ്യ എന്തായിരിക്കും, 8 ആയിരിക്കും കിട്ടുക. ഇനി ഇങ്ങനെ പോകുന്ന വരയിൽ ആരാണ് ഈക്വൽ, ഇങ്ങനെ പോകുന്ന വരയിൽ ആരാ ഈക്വൽ, വൈ സൂചക സംഖ്യയാണ്. വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ ആണ്. അപ്പൊ വൈ സൂചക സംഖ്യ തുല്യമാണ്. അപ്പൊ ഇതിൽ വൈ എത്രയാണ് മക്കളെ, നമ്മളെ കയ്യിലുണ്ട് 3 ആണ്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് 3 ആയിരിക്കും വൈ വരിക. വൈ കൊടുക്കുക 3. അപ്പൊ നമ്മളെ ആൻസർ കിട്ടും 8,3 എന്ന് കിട്ടും ഡിയിലെ സൂചക സംഖ്യ. ഇനി ഡിയിലെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം, ഡിയിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതേ പരിപാടി. ഇതിൽ എക്സ് ഈക്വൽ ആണ്, ഇതിൽ എക്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എടുക്കാം, ഇതിൽ എക്സ് ഈക്വൽ ആണ്. ഇതിൽ എക്സ് എത്രയുടെ മോനെ, 2 അല്ലേ. ഇതിൽ ആരാണ് ഈക്വൽ, വൈ ഈക്വൽ ആണ് മക്കളെ. ഇതിൽ വൈ ഈക്വൽ ആണ്. വൈ നോക്കുക, ഇതിൽ വൈ നോക്കുക. ഇതിൽ വൈ എത്രടാ, 7 ആണ്. അപ്പൊ 2,7 നമുക്ക് ആൻസർ കിട്ടി, 2,7. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നോക്കുകയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി ആൻഡ് ബി സി. എ ബിയുടെയും ബി സിയുടെയും ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ ബിന്റെയും ബി സിയുടെയും ലെങ്ത് അഥവാ നീളം കണ്ടുപിടിക്കുക. ഞാൻ അതൊന്നും വായിച്ചൊന്ന് സെറ്റാക്കി എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 8,3 ആണ് അല്ലെ, 8,3. ഇവിടെ കിട്ടിയ സൂചകസംഖ്യ
പിന്നെ 7 ആണ്. 2,7 മക്കളെ. പിന്നെ ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇതിന്റെ നീളം ഒന്ന് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കുകയാണെങ്കിൽ ഇതിന്റെ നീളം എ ബിന്റെ നീളവും ബി സിയുടെ നീളവും കണ്ടുപിടിക്കണം. എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചോളി. എ ബിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ജനറൽ ഫോർമുല ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പൊതുവായ സമവാക്യം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ മൂന്ന് തുല്യമാണ്, വൈകൾ തമ്മിൽ തുല്യമാണ്. വൈ തുല്യമാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് പോസിറ്റീവ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ, കേവല എടുത്ത് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം 8ന്ന് 2 കുറച്ച് എത്ര കിട്ടും മക്കളെ? 6. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആണ്, അകലം ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് കിട്ടി. നമുക്ക് എന്ത് കിട്ടി മക്കളെ? പിന്നെ 6 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതില് പിന്നെ ബി സിയുടെ നീളമാണ്. ഇത് നമുക്കറിയാം 8,3 ആണ്. ബി സിയുടെ നീളം കാണാൻ നമുക്കറിയാം. ബി സിയുടെ നീളം പറയുമ്പോൾ ഇത് 8 നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം അത് തുല്യമാണ്, എക്സുകൾ തുല്യമാണെങ്കിൽ അത് നമുക്ക് കുറക്കേണ്ട ആവശ്യമില്ല. എന്ന് 3 കുറച്ച് എത്ര കിട്ടൂടാ? 4 കിട്ടും. എന്ന് 3 കുറച്ച് നമുക്ക് എത്ര കിട്ടൂടാ? 4 കിട്ടും. 4 കിട്ടും. ക്ലിയർ അല്ലേ? 4 കിട്ടും. ഇവിടെ 4. ഇനി ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ നോക്കുക. സി ക്വസ്റ്റ്യൻ എന്താ മക്കളെന്ന് പറയണേ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ആണ്. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ്. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം, നീളം ഗുണിക്കണം വീതിയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലടാ. അപ്പൊ ഒന്ന് ഗുണിച്ചു നോക്കാം. 6 ഗുണിക്കണം 4 അഥവാ 24 എന്ന് കിട്ടും. അപ്പൊ ഉത്തരം കിട്ടി, 24 എന്ന് കിട്ടി. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നുണ്ട്, സെറ്റ് ആയി തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഇതിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഞാനത് വിട്ടുപോയതാണ്. പിന്നെ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആണ്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി റിമൈനിങ് 2 വെർട്ടിസസ് ഓഫ് ദി റെക്ടാങ്കിൾ എന്നാണ്. അഥവാ ഈ ചതുരത്തിന്റെ ബാക്കി 2 മൂലകൾ കണ്ടുപിടിക്കുക. അഥവാ ബിയിലെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സിയിലെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. ബിയിലെ കോർഡിനേറ്റ്സും സിയിലെ കോർഡിനേറ്റ്സും സിമ്പിൾ ആണ് മക്കളെ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്ങനെ? ഇതിൽ ആരാണ് ഈക്വൽ? ആദ്യം എക്സ് നോക്കുക. ഇതിൽ എക്സ് ഈക്വൽ ആണ്. ഇത് എക്സ് എം എൽ ആണ്. ടച്ച് ചെയ്യുക. എക്സ് ഈക്വൽ ആണ്. അപ്പൊ ഇതിൽ എക്സ് ഈക്വൽ ആണ്. അപ്പൊ 999 ഇവിടെയും 9 ആയിരിക്കും മക്കളെ വരിക. ഇതിൽ ആരാണ് ഈക്വൽ എന്ന് പറയുന്നത്? ഇതിൽ ആരാണ് ഈക്വൽ? വൈ ഈക്വൽ ആണ്. വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. കാരണം ഇത് ഇങ്ങനെ പോകുമ്പോൾ വൈ മേലാണ് ടച്ച് ചെയ്യുക. അപ്പൊ വൈ ഈക്വൽ ആണ്. മൈൻഡിൽ ആലോചിച്ചാൽ മതി. വൈ ഈക്വൽ ആണ്. ഇതിൽ വൈ ഈക്വൽ ആണ്. വൈ ഇവിടെ എത്രടാ? 2. 9,2 കിട്ടിയില്ലേ? ഇനി നമുക്ക് സിയിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. സിയിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ആദ്യം എക്സ് നോക്കുക. ഇതിൽ എക്സ് ഈക്വൽ ആണ്. എക്സ് എം എൽ ആണ്. ടച്ച് ചെയ്യുക. എക്സ് ഈക്വൽ ആണ്. ഇവിടെ എക്സ് എത്രടാന്ന് പറഞ്ഞാണ്? എക്സ് 1. പിന്നെ ഇതിൽ ആരാണ് ഈക്വൽ ഒന്ന് പറഞ്ഞാണ്? ഇതിൽ ആരാണ് ഈക്വൽ? വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിൽ വൈ ഈക്വൽ ആണ്. വൈ ഇവിടെ എത്ര ഉണ്ടാ? 8 ഉണ്ട്. 1,8 എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ എന്നാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ അഥവാ വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കുക. അഥവാ എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. എ സിയുടെ ലെങ്ത്. അപ്പൊ എയിലെ കോർഡിനേറ്റ്സ് നമുക്കൊന്ന് എഴുതാം. എയിലെ സൂചക സംഖ്യ വരുന്നത് 1,2. ബി പിന്നെ സിയിലെ സൂചക സംഖ്യ വരുന്നത് 9,8. ഇനി നമുക്ക് എ സിയുടെ നീളം കണ്ടുപിടിക്കുക. എ സിയുടെ നീളം കണ്ടുപിടിക്കാൻ ഇവിടെ സൂചക സംഖ്യ തുല്യമല്ല. അപ്പൊ നേരത്തെ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല. പൊതുവായ സമവാക്യം ജനറൽ ഫോർമുല കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ അകലം കാണാൻ, അകലം സമം ഡിസ്റ്റൻസ് ഈക്വൽ ടു, അകലം എങ്ങനെ കാണും? നമുക്കറിയാം x1 റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് ഇവിടെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട, പെട്ടെന്ന് ചെയ്യാം. ആദ്യം നമുക്ക് എക്സുകൾ തമ്മിൽ കുറച്ചിട്ട് എഴുതാം. എക്സുകൾ ഒന്ന് കുറച്ച് എഴുതുകയാണെങ്കിൽ 1 മൈനസ് 9 സ്ക്വയർ പ്ലസ് അടുത്ത് എന്തും വരും മോനെ പറഞ്ഞാണി? 2 മൈനസ് വൈകൾ തമ്മിൽ കുറക്കുക. 2 മൈനസ് 8 സ്ക്വയർ. എക്സുകൾ കുറക്കുക, പിന്നെ വൈകൾ കുറക്കുക. ഇത്രേ പണിയുള്ളൂ. ഇക്വേഷൻ ഒന്നും എഴുതി സമയം കളയണ്ട, പെട്ടെന്ന് കുറക്കുക. 1 ന്ന് 9 കുറക്കുക. 1 ന്ന് ഒരിക്കലും നമുക്ക് 9 കുറക്കാൻ പറ്റൂല മക്കളെ. അങ്ങനെ കുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ മൈനസ് ആണ് ഇടുക. 1 ന്ന് ഒരിക്കലും നമുക്ക് 9 കുറക്കാൻ പറ്റൂല. അപ്പൊ അവിടെ മൈനസ് വരും. 9 ന്ന് 1 കുറക്കുക. 9 ന്ന് 1 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. -8 സ്ക്വയർ പ്ലസ്
അടുത്തത് 2 - 8. 2 ഒരിക്കലും നമുക്ക് എന്ത് കുറക്കാൻ പറ്റില്ല മക്കളെ? 8 കുറക്കാൻ പറ്റൂല. അപ്പോഴും മൈനസ് വരും. 8 2 കുറക്കുക. അപ്പൊ എത്ര വരൂടാ? 6. അപ്പൊ നോക്കി ഇതിന്റെ ആൻസർ വരിക -8ന്റെ സ്ക്വയർ. -8ന്റെ സ്ക്വയർ ഏതിന്റെ സ്ക്വയർ കണ്ട പോസിറ്റീവ് ആണ് നമുക്കറിയാം. -8ന്റെ സ്ക്വയർ 64 പ്ലസ് -6ന്റെ സ്ക്വയർ 36. അപ്പൊ റൂട്ട് 100 എന്ന് കിട്ടും. 100ന്റെ റൂട്ട് എല്ലാവർക്കും അറിയാം 10 ആണ്. അപ്പൊ നമുക്ക് AC എന്ന് പറയുന്ന വികരണത്തിന് നീളം കിട്ടിയടാ 10 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കം സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സർക്കം സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കുക അഥവാ പരിവൃത്ത കേന്ദ്രം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 9ാം ക്ലാസ് ഒന്ന് പോകേണ്ടി വരും. 9ാം ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ആ ചതുരൊക്കെ ഇങ്ങനെ വരച്ച് ആ വികരണം വരച്ച് വികരണത്തിന്റെ മധ്യബിന്ദുവിൽ കോമ്പസ് അങ്ങോട്ട് കുത്തിയിട്ട് നമ്മൾ ഇത്രയും അകലെടുത്തിട്ട് വൃത്തം വരച്ചത് ഓർമ്മയില്ലേ? അപ്പൊ നമ്മൾ അതേ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കറിയാം. പിന്നെ ചതുരത്തിന്റെ പരിവൃത്ത കേന്ദ്രം സർക്കം സെന്റർ ഓഫ് ദി റെക്ടാങ്കിൾ. സർക്കം സെന്റർ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ്. വികരണത്തിന്റെ മധ്യബിന്ദു ആണ്. മധ്യബിന്ദു കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ആണ്. മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കാണാൻ എക്സുകൾ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക, വൈകൾ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. പരിപാടി കഴിഞ്ഞ്. അപ്പൊ നമുക്ക് എക്സുകൾ തമ്മിൽ അതുകൊണ്ട് കൂട്ടുക. 1 9 കൊണ്ട് കൂട്ടുക, പകുതി എടുക്കണം. 1 + 9ന്റെ പകുതി. പിന്നെ അടുത്തത് 2 + 8 അതിന്റെയും പകുതി എടുക്കുക. 1 + 9 പറഞ്ഞാണ് 1 + 9 10 ആണ്. 10ന്റെ പകുതി. അടുത്തത് നമ്മൾ എഴുതുന്നത് ശ്രദ്ധിച്ചോളി. 10ന്റെ പകുതി. അടുത്തത് 2 + 8 അതും 10 ആണ്. 10ന്റെ പകുതി. 10ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 5,5. ഇതാണ് സർക്കം സെന്റർ അഥവാ പരിവൃത്തം കേന്ദ്രം വരിക. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളി. ചതുരത്തിന്റെ വികരണത്തിന്റെ മധ്യബിന്ദു ആണ് പരിവൃത്ത കേന്ദ്രം അഥവാ റെക്ടാങ്കിളിന്റെ ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ് സർക്കം സെന്റർ. സെറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് അങ്ങോട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളി. ഇതൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. മക്കളെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 vertices of an equilateral triangle are 0, 0 and 10, 0. അഥവാ ഒരു സമഭുജ ത്രികോണത്തിന്റെ 2 മൂലകളിലെ സൂചക സംഖ്യ തന്നിക്കണ്. ഇവിടെ 10, 0 ആണ്. ഇവിടെ ഒറിജിൻ അഥവാ ആധാര ബിന്ദു ആണ്. അപ്പൊ ഇവിടുത്തെ സൂചക സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 0,0 ആണ്. 0,0. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ ഈ സമഭുജ ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് നീളം കണ്ടുപിടിക്കുക. ഏതെങ്കിലും വശം കണ്ടുപിടിച്ചാൽ മതി. എല്ലാ വശങ്ങളും തുല്യമാണ് നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈ നീളം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഈ നീളം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഈ നീളം എത്ര മക്കളെ വരിക? 10 അല്ലടോ. ഇത് മൊത്തം 10 ആണ്. അപ്പൊ ഇത് എത്ര വരൂടാ? 10. കിട്ടിയില്ലേ? അപ്പൊ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ എത്രയുടെ മക്കളെ വരിക? 10. പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മക്കൾ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. ഇമ്പോർട്ടന്റ് ആണ്. ഈ ത്രികോണത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ ശ്രദ്ധിച്ചോളി. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനാണ്. മക്കളെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളി. ഇത് സമഭുജ ത്രികോണാണ്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ എല്ലാ ആംഗിൾസും നമുക്കറിയാം എത്രടാ? 60 ഡിഗ്രിയാണ്. 60. ഇത് 60 ആണ്. ഇത് 60 ആണ്. ഈ ടോട്ടലി 60 ആണ്. ഇത് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് മക്കളെ 10 ആണ്. എത്ര കിട്ടിയിട്ടുണ്ട്? 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം പിന്നെ സമഭുജ ത്രികോണാണ്. ഇതിന്റെ ഉയരം കണ്ടുപിടിക്കണം. ഉയരം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് വരിക. അതും ഞാൻ മാർക്ക് ചെയ്ത്. ഇനി ഇതിൽ ഈ ആംഗിൾ എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 30 ആണ് അല്ലെ? 30, 60, 90. ഈ ആംഗിളും 30 ആയിരിക്കും. ഉയരമാണ് ഈ ഉയരം. ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം സമഭുജ ത്രികോണമാണ്. ഉയരം വരക്കുമ്പോൾ പാദത്തിനെ സമവാകം ചെയ്യും. ഹൈറ്റ് വരക്കുമ്പോൾ ബേസിനെ ബൈസെക്ട് ചെയ്യും. ബേസിനെ ബൈസെക്ട് ചെയ്യാൻ തുല്യമായി മുറിക്കും. സമഭുജ ത്രികോണത്തിലും തുല്യമായി മുറിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിലും തുല്യമായി മുറിക്കും പാദത്തിന്. അപ്പൊ ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ മൊത്തം 10 ആണെങ്കിൽ ഇതിനെ തുല്യമായി മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 വരും, ഇവിടെയും 5 വരും. അപ്പൊ നമുക്ക് 5 ഇവിടെ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളി. ഇനി നമുക്ക് ഉയരം കണ്ടുപിടിക്കാൻ നമ്മൾ
ത്രികോണമിതി ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംശബന്ധം 30, 60, 90 അല്ലെ അംശബന്ധം വരും. 30, 60, 90 റേഷ്യോ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ മക്കളെ 30ന്റെ എതിരെ 5 ആണെങ്കിൽ മക്കളെ 60ന്റെ എതിരെ എത്ര വരും എന്നുള്ളതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 30ന്റെ എതിരെ 5 ആണെങ്കിൽ 60ന്റെ എതിരെ വരിക 5√3 ആണ്. എത്ര മക്കളെ വരിക? 5√3 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 30ന്റെ എതിരെ എത്രയാണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചതാണ്, മൾട്ടിപ്ലൈ ചെയ്തതാണ് 60 എന്ന് പറയുന്ന ആംഗിളിന്റെ എതിരെ ഓപ്പോസിറ്റ് വരിക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഒരു ബാക്കിയുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി തേർഡ് വെർട്ടെക്സ്. മൂന്നാമത്തെ മൂലയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ മൂല്യ സൂചക സംഖ്യ. മൂന്നാമത്തെ മൂല്യ സൂചക കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണോ? സിമ്പിൾ ആണ്. ഇവിടുത്തെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. ഇവിടുത്തെ സൂചക സംഖ്യ. അപ്പൊ ഇവിടുത്തെ എക്സ് കിട്ടണം. അപ്പൊ എക്സ് കിട്ടണം. നമ്മൾ ഈ എക്സ് ആക്സിസിലേക്ക് നോക്കുക. എക്സ് അക്ഷത്തിലേക്ക് അങ്ങോട്ട് നോക്കുക. അപ്പോഴല്ലേ എക്സ് കിട്ടുള്ളൂ. അപ്പൊ എക്സ് ആക്സിസിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് കിട്ടും. മക്കളെ ഇവിടെ വരെയുള്ള എക്സ് എത്രയാ നോക്കുക. ഇവിടെ വരെയുള്ള എക്സ് നമുക്കറിയാം 5 അല്ലടാ. ഇവിടെ വരെയുള്ള 5 അല്ലേ. അപ്പൊ മോനെ എക്സ് സൂചക സംഖ്യ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി വൈ എന്ന് പറഞ്ഞാൽ ഈ ഉയരാണ്, ഈ പൊന്തിയതിന്റെ അളവ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് എത്രടാ വൈ പൊന്തിയത്? വൈ പൊന്തിയത് നമുക്കറിയാം 5√3 ആണ്. 5√3 ആൻസർ ആയി. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ആയി 5,5√3. മക്കളെ ഈ ഒരു സാധനം, ഈ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇതിനൊരു എളുപ്പ വഴിയും ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളൂ. ഇതിനൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. നമുക്ക് ഇതിന് ആൻസർ കിട്ടി. ഇതിനൊരു എളുപ്പ വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിനൊരു എളുപ്പ വഴിയും കൂടി ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോളി. ഇപ്പൊ ഞാനിതാ ഒരു ശ്രദ്ധിക്കട്ടാ. ഞാനൊരു ഇതേപോലെ ഈക്വൽ ട്രയാങ്കിൾ വരച്ചു. സമഭുജ ത്രികോണാണ്. ഇത് 10ന് പകരം ഇവിടെ 8 ആണ് വിചാരിച്ചോളി. അപ്പൊ ഇത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 8,0 ആണ്. ഇവിടുത്തെ എത്രയും ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള എളുപ്പമായി ഷോർട്ട് കട്ടാണ് മക്കളെ. കുടിച്ചോളി. ഈ 8ന്റെ പകുതി എടുക്കുക. 8ന്റെ പകുതി എത്രയാണ് മോനെ? 4 ആണ്. ഇനി ആദ്യം 4നെ √3 കൊണ്ട് ഗുണിച്ചതായിരിക്കും അതിന്റെ വൈ വരിക. മക്കളെ പരിപാടി കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി ഇവിടെ മോനെ 10 ആണ്. കഴിഞ്ഞ കണക്കിൽ 10 ആയിരുന്നു. 10 ആയപ്പോ നമുക്കറിയാം 10ന്റെ പകുതി 5, 5√3 കിട്ടിയില്ലേ? ഇനി മക്കളെ ഈ ഒരു വശം 20 ആണ് വിചാരിച്ചോളി. 20ന്റെ പകുതി എത്രയാണ് മോനെ? 10. അപ്പൊ വൈ എത്ര വരും? 10√3. പരിപാടി കഴിഞ്ഞ്. ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി പറയാം. 12 വിചാരിച്ചോളി. 12 ആണ്. ഇവിടെ എത്ര വരൂടാ? 6. വൈ എത്ര വരൂടാ? 6√3. അപ്പൊ എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? പക്ഷെ വളരെ ഇമ്പോർട്ടന്റും ആണ്. നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളി. ABCDEF ഈസ് എ റെഗുലർ ഹെക്സഗൺ ആണ്. വിത്ത് ഒറിജിൻ ആസ് എ സെന്റർ ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എ ഈസ് 4,0. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഡി? ഡിയിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BG. BGന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ബി ആൻഡ് ഇ. ബിയിലെയും ഇയിലെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. മക്കളെ ശ്രദ്ധിച്ചോ. ABCDEF എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ ഹെക്സഗൺ ആണ് അല്ലെ. സമഷഡ്ഭുജമാണ്. അപ്പൊ റെഗുലർ ഹെക്സഗൺ ആണ്, സമഷഡ്ഭുജമാണ്. അപ്പൊ നമുക്കറിയാം 6 വശങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട്. സമഷഡ്ഭുജത്തിന്റെ പ്രത്യേകത, റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏരിയ കാണാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കി ഉള്ളിൽ ഫുള്ള് ഈക്വലേറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണങ്ങളാണ് വരിക. മക്കളെ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ സമഭുജ ത്രികോണങ്ങളായിരിക്കും വരിക, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും വരിക. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടാ. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം ഡിയിലെ സൂചക സംഖ്യ, ഡിയിലെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടി. ഈ ഡിയിലെ സൂചക സംഖ്യ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. O എന്ന് പറയുന്നത് സെന്റർ ആണ്, കേന്ദ്രമാണ് അല്ലെ. സെന്റർ ആണ്, കേന്ദ്രമാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 4,0 ആണ്. 4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും 4 തന്നെയാണ് വരിക. ഇങ്ങോട്ട് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും വരിക. മൈനസ് ആയതുകൊണ്ട് നമുക്ക് -4, വൈ സൂചക സംഖ്യ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് അക്ഷത്തില് വൈ എന്ന് പറഞ്ഞ 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന ആക്സിസിൽ വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ് 0 ആണ്. -4,0 നമുക്ക് ആൻസർ കിട്ടും. കിട്ടിയില്ലേ?
ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടി ബിയിലെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടി. ബിയിലെ സൂചക സംഖ്യ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു. അപ്പൊ ഒരു സമഭുജ ത്രികോണം അഥവാ ഈക്വൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുക. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾസ് ഒക്കെ നമുക്കറിയാം 60 ആണ്, ഇത് 90 ആണ്, ഇത് 30 ആണ്. സെറ്റല്ലേ മോനെ? ഇത് മൊത്തം 4 ആണെങ്കിൽ 4നെ സമവാകം ചെയ്ത് ബൈസെക്ട് ചെയ്ത് 2 2 ആയിരിക്കും. അപ്പൊ അതും കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടി. എക്സ് എത്രയെന്ന് ചോദിച്ചാൽ എക്സ് ആക്സിസിലേക്ക് നോക്കുക, എക്സ് അക്ഷത്തിലേക്ക് നോക്കുക. എക്സ് അക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട് മോനെ, ആ 2 അങ്ങോട്ട് എഴുതുക. ഇനി വൈ എത്രയും ചോദിച്ചാൽ ഈ നീളമാണ് മോനെ വൈ. വൈ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. വൈ എങ്ങനെ കിട്ടും മക്കളെ? 13ന്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 16ന്റെ ഓപ്പോസിറ്റ് 2√3 ആണ്. 2√3. അപ്പൊ 2,2√3 എന്ന് പറയുന്ന ആൻസർ ആയി. 2,2√3. നമ്മുടെ പിന്നെ എളുപ്പമായി ഷോർട്ട് കട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. 4 ആണെങ്കിൽ 4ന്റെ പകുതി 2, ഇവിടെ 2√3 കിട്ടിയില്ലേ? ബിയിലെ കിട്ടി. ഇനി ഈലെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈലെ സൂചക സംഖ്യ. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു. ഇത് ടോട്ടൽ -4 ആണ് വരിക. അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു. ഹൈറ്റ് വരക്കുന്നു. ഹൈറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടൂടാ -2 കിട്ടും, ഇവിടെ -2 കിട്ടും. ബേസിനെ ബൈസെക്ട് ചെയ്യും, സമവാകം ചെയ്യും. ഇനി നമുക്ക് മോനെ ഇവിടുത്തെ എക്സ് വേണം, ഇവിടുത്തെ വൈ വേണം. ഇത് 90 ആണ്, ഇത് 60 ആണ്. സമഭുജ ആയതുകൊണ്ട് ഇത് 30 ആണ്, 30 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ 30ന്റെ എതിരെ -2 ആണെങ്കിൽ 60ന്റെ എതിരെ നമുക്ക് കിട്ടും -2√3 എന്ന് കിട്ടും. 30ന്റെ എതിരെ -2 ആണ്, 60ന്റെ എതിരെ ഉള്ളത് അതിനെ √3 കൊണ്ട് വിളിക്കാം. -2√3 കിട്ടും. ഇനി ഈലെ സൂചക സംഖ്യ എത്രയും ചോദിച്ചാൽ എക്സ് അക്ഷത്തിലേക്ക് നോക്കുക. എക്സ് ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് എത്രയാണ് കിട്ടും? എക്സ് എത്രയുടെ മോനെ? -2 ആണ്. വൈ എത്ര നോക്കുക? വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് -2√3 നമ്മൾ ആൻസർ ആയി. അപ്പൊ ആ സമഭുജ ത്രികോണങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈക്വൽ ട്രയാങ്കിൾ തന്നെയാണ്. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ച പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോളി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക മക്കളെ. ഇൻ ദ ഫിഗർ OABC ഈസ് എ ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലംബകമാണ്, ലംബകം. OC എന്ന് പറയുന്നത് 4√2. പിന്നെ ആംഗിൾ COA എന്ന് പറയുന്ന ഈ ആംഗിൾ കോണ് 45 ഡിഗ്രി ആണ്. കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 6,0 ആണ്. ഇനി നമുക്ക് എ ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to OA? സിയിൽ നിന്നും OAയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സിയിൽ നിന്നും OAയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരം. സിയിൽ നിന്നും OAയിലേക്കുള്ള ലംബ ദൂരം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് സി. ഈ ബിയിലെയും സിയിലെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ബിയിലെയും സിയിലെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എളുപ്പമാണ് മക്കളെ, കൂടെ പോരി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയിട്ട് ആദ്യം ഞാൻ ലംബ ദൂരം കണ്ടുപിടിക്കാൻ പോവാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സിന്ന് OAയിലേക്ക് ഞാൻ 90 ഡിഗ്രിയിൽ വരച്ചു. ഇത് 90, ഇത് 45 അല്ലെ? 45 90. ഇപ്പൊ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ട്രിഗണോമെട്രി, ത്രികോണമിതിയിലെ അംശബന്ധം അഥവാ റേഷ്യോ 45 45 90 അല്ലെ? 90-നെതിരെ 4√2 ആണ്. അപ്പൊ 45-ന്റെ എതിരെയുള്ള ഏതോ ഒരു സംഖ്യന് √2 കൊണ്ട് ഗുണിച്ചതല്ലേ 90-ന്റെ അപ്പുറത്ത് വരിക, മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ 45-ന്റെ എതിരെ എന്തായിരിക്കണം മോനെ? 4 ആയിരിക്കണം. ഈ 45-ന്റെ എതിരെ എന്തായിരിക്കൂടാ? 4 ആയിരിക്കും. കിട്ടിയില്ലേ? ഇനി മോനെ ഈ സിയിലെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. സിയിലെ എക്സും വൈയും കിട്ടിയാൽ മതി, നമ്മളെ പരിപാടി കഴിഞ്ഞ്. സിയിലെ എക്സ് എത്രയാന്ന് ചോദിച്ചാൽ ഇത്രയും ആണ് എക്സ് വരിക. എക്സ് എന്ന് പറഞ്ഞാൽ 4 വരും. വൈ എന്ന് പറഞ്ഞ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അത് നമുക്കറിയാം, അതും 4 ആണ്. 4,4 ആണ് സിയിലെ സൂചക സംഖ്യ. ഇനി നമുക്ക് ബിയിലെ സൂചക സംഖ്യ ഒന്ന് കണ്ടുപിടിക്കാം. ബിയിലെ സൂചക സംഖ്യ, ബിയിലെ എക്സും കാണണം, ബിയിലെ വൈയും കാണണം. ബിയിലെ എക്സ് കാണണമെങ്കിൽ നമ്മൾ എക്സ് ആക്സിലേക്ക് നോക്കണം, എക്സ് അക്ഷത്തിലേക്ക്. എക്സ് അക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6 ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ എക്സ് സൂചക സംഖ്യ നമുക്ക് 6 ആണ്. എക്സ് സൂചക സംഖ്യ 6 ആണ്. എക്സ് കോർഡിനേറ്റ് 6 ആണ്. ഇനി വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഇത് 4, ഇത് 4. 6,4 എന്നാണ് ഇതിന് ഉത്തരം കിട്ടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല
നല്ല നല്ല ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കമൻസുകൾ, എന്തെങ്കിലും മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിന്നെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മനസ്സിലായാൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പാർട്ട് ഒരു വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.